അലൈക്കും. അപ്പം നമ്മൾ ഇന്ന് 29ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യം ഇന്നൊരു അടിപൊളി നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും വീഡിയോയിൽ പോയി കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ നിങ്ങൾ മറക്കാതെ തരണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നാളെ നമുക്ക് പെരുന്നാളാവുന്നൊരു പ്രതീക്ഷയുണ്ട്. പെരുന്നാളായിരിക്കും എല്ലാവരും പറയുന്നുണ്ട്, ഗൾഫിലൊക്കെ പെരുന്നാളാണല്ലോ. അപ്പോൾ നാളെ ആവും തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. ഡ്രസ്സും കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ, പെരുന്നാളിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടോ. ഞാൻ ഇന്നലെ ഉൾപ്പെടുത്താൻ പറഞ്ഞ പക്ഷേ കഴിഞ്ഞില്ല. ഞാൻ ഇക്കാൻ്റെ വീട്ടിലാണുള്ളത്. ഒക്കെപ്പാടെ അവിടെ നടക്കുന്നില്ല. നോമ്പ് തുറയും കാര്യങ്ങളൊക്കെയാണല്ലോ, അതുകൊണ്ട് ഒന്നും നടക്കുന്നത്. ഇപ്പോൾ ഇക്കാൻ്റെ പങ്ങളെ വീട്ടിലെ നോമ്പ് തുറയും കാര്യങ്ങളാണ് ഇതിന് ഞാൻ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഒക്കെ എല്ലാവരും വീഡിയോ രാവിലെ എണീച്ച് നമ്മളെ പണിക്കെല്ലാം തുടങ്ങാൻ നിൽക്കട്ടെ. അടിച്ചൊരു തുടക്കല് നോമ്പല്ലേ, അതുകൊണ്ട് വെച്ചുണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഇത് അടിച്ചൊരു തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പം നമ്മൾ കുറച്ച് ഭാഗം തുടച്ചപ്പോഴാണ് നമ്മളെ ഇളയച്ചിൻ്റെ ആങ്ങളെ വന്നത്. അപ്പോൾ ആങ്ങളെ വന്ന് അപ്പോൾ നമ്മൾ തുടക്കാൻ നിർത്തി വെച്ചാണ് കേട്ടോ. ബക്കറ്റിലൊക്കെ ഇത് അവിടെ സെറ്റാക്കി വെച്ച് നമുക്ക് ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം ഗൈസ്. ഇതൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജ് തട്ടിക്കൊട്ടുന്ന കേട്ടോ, ക്ലീനാക്കുന്ന കേട്ടോ ഫ്രിഡ്ജ്. ബാക്കിയുള്ള പാത്രമെല്ലാം കയറ്റി വെച്ചൊക്കെ സ്റ്റാൻഡിൽ കയറ്റാം. ഇങ്ങനെ പോന്നി നമുക്ക് ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്നോളൂ. വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം വൃത്തിയാക്കിയിട്ട് ഓരോന്നോരോന്ന് വെക്കുന്നു. മുട്ട വാങ്ങളൊക്കെ വന്നപ്പോൾ കൊടുന്നിട്ട് അതിൻ്റെ തട്ടൊക്കെ വെക്കണമല്ലേ. എല്ലാം വാങ്ങ വന്നപ്പോൾ കൊടുന്ന സാധനങ്ങളാട്ടോ. ആയിഷാൻ്റെ ആങ്ങൾ വന്നപ്പോൾ കൊടുക്കുന്ന സാധനങ്ങളാട്ടോ. കണ്ണൂർക്കാരായതുകൊണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടുതലുണ്ട്. നമ്മൾ മലപ്പുറക്കാരൊന്നും എത്രത്തോളം സാധനങ്ങളും കൊണ്ടൊന്നും വരില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ കുട്ടികളൊക്കെ ഉണ്ട് ഉള്ളിൽ തന്നെ കയറി കൂടിയിട്ട്. ഇനി ഞാൻ തുടക്കാൻ പോവാൻ നിൽക്കേനെ. ഇല്ലാണ് മക്കളൊക്കെ ഉള്ളിൽ കയറി കൂടി കേട്ടോ. ഇത് നമ്മളെ പങ്ങളെ വീടാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമുക്ക് കയറ്റി, ഞാൻ പറഞ്ഞില്ല വാർപ്പ് കഴിഞ്ഞിട്ടൊരു വീടുണ്ട്. ഇത് ഞങ്ങളെ വീടാണ് കേട്ടോ. പക്ഷേ ജോലി അവിടെ ആയത് കാരണം ഇതിന് ഞങ്ങളൊന്നും വീണ്ടും ഒന്നും കാട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുട്ടികളെന്താ പറയുക, അലക്കിടുന്ന വീടെന്ന് ഇപ്പോൾ തൽക്കാലം പറയില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതെൻ്റെ നീച്ചുകുട്ടൻ ഇവിടെ എത്തിയിട്ട് ഓനെ എനിക്ക് കാണാൻ പോലും കിട്ടിയിട്ടില്ല. എന്തിയേ ഓനെ ഞാൻ ശരിയാക്കി കൊടുക്കുമല്ലോ. ആരെ കാട്ടി നടക്ക്. പരാതികളുടെയും പരിഭവങ്ങളുടെയും ഒരു കലവറയായി തീർന്നു. അവിടെ കുട്ടികളുടെ കളിക്കുന്ന സ്ഥലമാക്കി കണക്കാക്കിയിട്ടുണ്ട്. അവിടെ ബെഡ്ഷീറ്റ് എല്ലാം ഒഴിവാക്കി. പാച്ചൊരു ആയി തന്നെ നീച്ചു ഇവരൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. മൂന്നൊരു കട്ടയുണ്ടാ. ഇവരെന്ന് കാണാനായിട്ട് നീച്ചുവിനൊരു സമാധാനം ഉണ്ടായില്ല. തിരൂർക്കാട്ടിന് നീച്ചു ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുറുമ്പ് വേണ്ടിയിട്ട് ഇപ്പോൾ കളി കഴിഞ്ഞിട്ട് ഓനക്ക് ഇനിയിപ്പോൾ തിരൂർക്കാട്ടിൽ തന്നെ പോയാലോ. ഓൻ്റെ ഇന്നത്തെ കളി കഴിഞ്ഞു. അങ്ങനെ ഗൈസ് നമ്മളിതാ തേങ്ങ പാവ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പഴം പൊയിങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കൻ പിച്ചി വെച്ചിരിക്കുന്നത്. എന്തിനറിയോ, കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പൊള്ളി വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പണികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്കെന്ത് ചെയ്യുന്നത്, റാഷിൻ്റെ വീട്ടിൽ വാഷ് ബേസിന് ശരിക്കും വെള്ളം വരുന്നില്ല കാരണം കണ്ട് അത് നേരാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ജുമാനോട് വെള്ളം അടിച്ചാൻ പൂട്ടാൻ പറയുന്നുണ്ട് കേട്ടോ പൈപ്പ്. അങ്ങനെയൊക്കെ വെള്ളം പൂട്ടാൻ അത് റെഡിയാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മക്കളെ, എന്തൊക്കെങ്ങളൊക്കെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ. അപ്പോൾ ഞാൻ അങ്ങനെ ഉള്ളിലേക്ക് കയറി പോയി നോക്കിയത്. അപ്പോൾ ആ മക്കളൊക്കെ ഇവിടെ നിന്നിട്ട് കളിക്കൽ തുടങ്ങിയിട്ടോ. അവിടുത്തെ കളിയെല്ലാം കഴിഞ്ഞ്, തറവാട്ടത്തെ കളിയെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് റാഷിദാക്കുണ്ട് കേട്ടോ. ഓൾക്ക് ഇങ്ങനെ വികൃതിയായിട്ടോ കളിക്കുക. അതൊക്കെ തന്നെയല്ലേ രസമല്ലേ പരിപാടി. ഇപ്പോൾ ഫ്രീ ആയിരിക്കുന്ന സമയമൊക്കെ ഇങ്ങനെ തന്നെ കയറാം. അങ്ങനെ അവളവിടെ നല്ലൊരു ചെടിയെല്ലാം കണ്ട അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സോഫയിൽ ഇതിങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഇക്കാനെ നനപ്പിച്ച് വിട്ട് ഗൈസ്. ജുമാനോട് വെള്ളം ഓണാക്കുക, പൂട്ടാൻ പറഞ്ഞില്ലേ നേരത്തെ. അപ്പോൾ അത് ഓണാക്കാൻ പറഞ്ഞപ്പോൾ വെള്ളം ഒന്നായിട്ട് ഇക്കാനെ മേലിക്കാനെ തെറിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ ഇരിക്കുന്നതായിട്ട് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കാതെ എവിടുത്തെ വെള്ളമാണ് വരുന്നതെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ എന്നോട് ഓടിയാടുന്നതെന്ന് അറിയുന്ന കേട്ടോ. ഇക്കാബലൊക്കെ തുപ്പുന്ന വെള്ളം എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇക്കാനുണ്ട്. അതൊന്നല്ല കേട്ടോ, അത് ഡയറക്റ്റ് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇക്കാനെ വെറുതെ ഒന്ന് ചടപ്പാക്കിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പാത്തൂസിനെ തിരഞ്ഞു വന്നപ്പോൾ ഓളിതാ വത്തക്കെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോടുന്ന കണ്ട് തിന്നാന്ന് കേട്ടോ. ഫിലു ഒറ്റയ്ക്ക് വന്ന് കണ്ട് പുറത്ത് നിന്ന് കണ്ട് തിന്നാട്ടോ.
അപ്പോൾ എന്നോട് ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടെന്നല്ല പറഞ്ഞിട്ടോ. കുറുമ്പത്തിയാണേ ഫ്രിഡ്ജിൽ നിന്ന് പത്തൊക്കെ വേണമെന്ന് പറഞ്ഞാണ്ട് എടുത്തോടുന്ന കണ്ട് ഒറ്റയ്ക്ക് പുറത്ത് വന്ന് തിന്ന്. അപ്പോൾ ഇതിൽ എനിക്ക് കാണിച്ചത് ഇതിൽ മീനുണ്ടമ്മ എന്നെല്ലാം പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ റാഷിദാക്കിയിട്ട് എൻ്റെ പണി കിട്ടിയിട്ടോ. അവിടെ നേരാക്കിയോണ്ട് ഇനി അവിടെ എല്ലാം വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഓളെ ചെടികളൊക്കെ അടിപൊളിയുണ്ട്, ബർമിയുണ്ട്, അങ്ങനെ പലവിധ ഐറ്റംസ് കുഴിച്ചിട്ടിട്ടുണ്ട് മാഷാ അല്ലാ. അങ്ങനെ ഇനി ഇന്നത്തെ നോമ്പുത്തറൊക്കെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അന്ന് റാഷിൻ്റെ വീട്ടിലാണ് നോമ്പുത്തറ. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ കാണാം. ഫുള്ള് സെറ്റാക്കുന്നുണ്ട് ഞങ്ങൾ സാധനങ്ങളെല്ലാം കേട്ടോ. ഞാൻ വീടിൻ്റെ ഇത് ഫുള്ളൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ഭാഗം എടുത്തത് തറവാടാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടുത്തെ തുടക്കാനില്ലായിടത്തുനിന്നാണല്ലോ ആ പണിക്ക് പോയിക്കണം. ഇവിടെ ആൾ വന്നപ്പോൾ അങ്ങനെ പോയതേന് കേട്ടോ. അപ്പോൾ അവിടെ എന്തെങ്കിലും ആക്കി കൊടുക്കാതി പോയതേന്. എടുത്ത് തന്നെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു സൗകര്യമാണല്ലോ. അപ്പോൾ നമ്മൾ തുടക്കാൻ വെള്ളം വിട്ട് എടുത്ത് വെച്ചിട്ടാണ്ട് പോയതാണ്. ഐശ്വൻ്റെ ആങ്ങൾ വന്നപ്പോൾ നൂല് വർത്താനം പറഞ്ഞോട്ടോ, അല്ല പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തുടക്കാൻ. അപ്പോൾ ഞാൻ വന്നപ്പോൾ പ്രാവശ്യം എല്ലാം ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടോ. ആങ്ങളെ കൊടുക്കുന്ന സാധനങ്ങൾ ഇതേന് കേട്ടോ. ഞാൻ എന്താണെന്ന് അറിയില്ല കഴിഞ്ഞല്ലോ. ഓരോ പൊതി ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കാണിച്ചതന്നല്ലേ കവറിലല്ലേ. വത്തക്ക ആദ്യം ഉമ്മ വാങ്ങിയതിന്, മുട്ടയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പഴം ഇതൊക്കെ ഉണ്ടോ അവന് കൊടുക്കുന്നത്. അപ്പത്തിന് ഞങ്ങൾ അവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു. ഇതാ റാഷിൻ്റെ അവിടെ വീണ്ടും എത്തിയപ്പോൾ റാഷി ഇതെല്ലാം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉന്നക്കായ, കട്ട്ലൈറ്റ് ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് മാഷാ അല്ലാ. അങ്ങനെ ഇനി നമ്മളിതാ വേറെ ഒരു പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓള് സെറ്റാക്കിയതാണ് കേട്ടോ. ഇത് അതിനെന്താ കറക്റ്റ് പോളാന്നൊക്കെ പറഞ്ഞത്, കള്ളപ്പം എന്നൊക്കെ പറയും ചില നാട്ടിൽ. പക്ഷെ നല്ല ടേസ്റ്റാണ് അതിന് കേട്ടോ. പുളി മധുരം കൂടിയൊക്കെ കൂടിയിട്ട് ഇത് ജുമാന മെഴുകുതിരി ഉണ്ടാക്കുന്ന കേട്ടോ. കത്തിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഓൽക്ക് നോമ്പ് തുറക്കുമ്പോഴേ. അങ്ങനെ ഫിലിമോൾ ഇവിടെ എത്തിയിട്ട് കളിക്കുന്ന കേട്ടോ. ഓളിപ്പച്ചി വരുന്ന നോക്കി നിൽക്കുന്ന. അപ്പോൾ ഓൾക്ക് പൊന്തുന്ന ഓളെ വിചാരം വലിച്ചു പോകുന്ന കേട്ടോ. അങ്ങനെ ഫിലിമോള് ഞാൻ ഫിലിം ഉറങ്ങാനിട്ടോ. ഉറങ്ങണീറ്റപ്പോൾ ഇതാ മഞ്ച് മിഠായി തിന്നുന്ന. ആ കുട്ടി വന്നപ്പോൾ കൊടുന്ന മിഠായി ഉണ്ട്. അപ്പോൾ അവൾ കരഞ്ഞപ്പോൾ ജുമാന വേഗം ഇതെല്ലാം ടേബിളുമ്പോൾ കൊടുന്ന സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം മറ്റൊന്നും എന്താ ഒരു പേരും അറിയാൻ സാധനം. ഞാൻ ഈ മിഠായിയൊക്കെ കഴിച്ചു. മഞ്ചേടാന്ന് കണ്ടോളെ പറ്റിച്ചിട്ടുണ്ട്. ആ ലൈറ്റെല്ലാം റെഡിയാക്കി. അതാണ് പോകാൻ മുടിച്ചിട്ട് നിങ്ങൾ കണ്ടത്. അതിനുശേഷം ഞങ്ങൾ കാര്യങ്ങൾ വന്നിട്ടുള്ള കളിക്കുന്നുണ്ടോ. നല്ല എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നുണ്ട്. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ. അങ്ങനെ എല്ലാ മക്കളും എല്ലാ പേരക്കുട്ടികളും ഈ 2 മക്കളും ഇതിൽ ഉൾപോലെ ഇവിടെയാണ് നോമ്പറക്കണ. രണ്ടാളും നല്ല ഇവിടെ ഇല്ല, ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ നിച്ചുവിൻ്റെ പ്രായമുണ്ട്. നിച്ചുവിൽ കുറച്ച് പേരുള്ളൂ, റെനു. അതുകൊണ്ട് നിച്ചിന് കളിക്കാനാളുണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ അവിടെ അതേപോലെ ആഫി ഒക്കെ ഏകദേശം ഒരു ഇതിൽ വരുന്നതാണ് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ കളിക്കാം. ഞാൻ അതിനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുക. നിച്ചിന് മുടി വെട്ടിയത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യും. അതാ ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യുന്ന കേട്ടോ. ഒരു അടിപൊളിയല്ലേ നമ്മളെ കുട്ടികളുടെ ഡാൻസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അങ്ങനെപ്പോൾ ഇതാ നമ്മൾ നോമ്പ് തുറക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു മേലക്ക് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ അടിപൊളിയായിട്ടുണ്ട് മാഷാ അല്ലാ. അതാ താഴെ വന്നപ്പോൾ താഴെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം മേശമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുട്ടികൾക്ക് വേണമെന്നുണ്ട് പറയുന്നത്, ജ്യൂസ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾക്കും പറഞ്ഞു കുറച്ച് ജ്യൂസ് എടുത്തിട്ട് അങ്ങ് കൊടുക്കുക, കുട്ടികളെല്ലാം കുടിച്ചിട്ട്. നമ്മൾ വത്തൊക്കെ വെള്ളം ഇവിടെ കലക്കി റെഡിയാക്കിയിട്ടുണ്ട്. തോനെ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാം വെള്ളം നീട്ടി കലക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇത് അവിടെ എല്ലാവരും ഇരിക്കാൻ നോക്കുന്നുണ്ട്. എല്ലാവരും കുട്ടികളെ എല്ലാവരും ഒക്കെ സെറ്റ് ചെയ്ത് ഇരുത്താൻ നേരിട്ടിട്ടോ. ഓരോരുത്തരും അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തുക. നല്ല എല്ലാവർക്കും കൂടി ഒന്നിച്ച് ഒപ്പം നോമ്പ് തുറക്കല്ലേ നേരിട്ടിട്ടോ. കുട്ടികൾക്കെല്ലാം കേൾക്കേണ്ട താമസമെല്ലാം വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ അടുപ്പിച്ചടുപ്പിച്ച് ഇരുത്തായിരുന്നു. അങ്ങനെ ഇക്കയും 10 ദിവസം വന്നിട്ടുണ്ട് കേട്ടോ. ഹായ് പറഞ്ഞാന്ന് അറിയുന്നുണ്ട് കേട്ടോ ഇക്ക. അപ്പോൾ ഓൾക്ക് പിന്നാരെ ഓൾക്ക് ഞാൻ പറഞ്ഞില്ല, ഓൾ വൈകുന്നേരം ഉറങ്ങി എണീറ്റത് കൊണ്ട് ഒന്നും ഒരു ഉഷാറില്ല. അന്വേഷിക്കുട്ടനോട്ട് ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കണം. സമയമെല്ലാം നോക്കിക്കഴിഞ്ഞു. അങ്ങനെ 10 ദിവസത്തിന് ഇതെല്ലാം എന്തോ വേണം കേട്ടോ അതിന്. അപ്പോൾ ഭയങ്കര ചൂണ്ടിക്കാട്ടലുണ്ട്. അപ്പോൾ ഇക്കാരൻ്റെ ഓൾക്ക് എന്താ വേണ്ടതെന്ന് നോക്കിയൊക്കെ. അങ്ങനെപ്പോൾ ഇതാ രണ്ടാളും പോകുന്നുണ്ട് കേട്ടോ. നോമ്പ് തുറക്കാൻ ഇതാ വൈകുന്നേരം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞില്ലല്ലോ. ഓൾ ഉണ്ടാക്കിയത് കത്തിച്ച് ഇങ്ങനെ ഒരു പോവണ്ട നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കുട്ടികളെല്ലാം ഇവിടെ റെഡിയായി ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ഇരുന്നാൽ എല്ലാവർക്കും ഒന്നിച്ചൊപ്പം നോമ്പ് തുറക്കുക. അതാണ് കേട്ടോ റാഷിദാൻ്റെ മക്കളെ ഓനും ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്ന് നിൽക്കാറുണ്ട്. ഇവിടെ ഒരിക്കലും ഉമ്മാൻ്റെ ആങ്ങള ഓരും കൂടി വരാനുണ്ട്. ഇത് എൻ്റെ ഇളയിച്ച കേട്ടോ. ഓള് ഇരുന്നപ്പോഴാണ് കണ്ടത്. വീഡിയോ എടുക്കുന്നുണ്ട്. വേറെ നീച്ച് പോയിട്ടോ. കുട്ടീനെയും കൊണ്ട്
അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ ഇക്കാക്ക വന്നിരുന്നിട്ടുണ്ട് കേട്ടോ നോമ്പ് തുറക്കാൻ. ഇക്കാക്ക ഇപ്പോൾ വന്നിട്ടുള്ള 1 മാസം ആവണുള്ളൂ കേട്ടോ ഗൾഫിൽ നിന്ന് വന്നിട്ട്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. പോളയുണ്ട്, ദോശ, വെള്ളപ്പം ഉണ്ട്, അതേപോലെ ചോറും. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഉമ്മാൻ്റെ വീട്ടിൽ പോയത് കേട്ടോ അരിയെല്ലാം കൊണ്ടുപോയി കൊടുക്കാൻ. അപ്പോൾ ഇതാ നല്ല നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നാളെ നല്ലൊരു വീഡിയോ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.